പലപ്പോഴും പലരും ധരിക്കുന്നത് നിങ്ങൾ പഠിച്ചു ഡോക്ടറായി, എൻജിനീയറായി, ഭാര്യയായി, ഭർത്താവായി, അപ്പനായി, അമ്മയായി, ഇതൊന്നും നിങ്ങളുടേതല്ല. ഇതെല്ലാം സമൂഹത്തിൻ്റെതാണ്. ഇതെല്ലാം സമൂഹമായിട്ട് കൊണ്ടുവന്നതാണ്. അവിടെ നിങ്ങൾക്ക് അതിനകത്ത് കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കത്തില്ല. നിങ്ങളെ പഠിപ്പിച്ച സമൂഹമാണ്. പക്ഷേ നിങ്ങളെ പഠിപ്പിച്ച സമൂഹമാണ്. അവിടെ നിങ്ങൾക്ക് സ്വസ്ഥത അതിനകത്ത് നിന്ന് കിട്ടത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സമൂഹം നിങ്ങളെ ഭാര്യയാക്കിയത്, ഭർത്താവാക്കിയത്, അപ്പനാക്കിയത്, മക്കളാക്കിയത്, ഡോക്ടറാക്കിയത്, എൻജിനീയറാക്കിയത്. അത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അത് എന്നും അങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ. നിങ്ങളാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. അതീവ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നിങ്ങളായിട്ടിരിക്കുന്ന മറ്റൊരാൾക്കും സ്വാധീനിക്കാൻ പറ്റാത്ത നിങ്ങളെ കണ്ടെത്തണം. മറ്റൊരാൾക്കും സ്വാധീനിക്കാൻ പറ്റാത്ത നിങ്ങളെ കണ്ടെത്തണം. അതാണ് നിങ്ങളെന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത്. അപ്രകാരം ഒരു വ്യവസ്ഥയെ കണ്ടെത്തുകയും അതുമായിട്ട് പൊരുത്തപ്പെട്ട് സഹകരിച്ച് ഉയർത്തി കൊണ്ടുവന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തു വേണം എന്നുള്ള ഭാഗം വരത്തുള്ളൂ. എന്നാൽ മാത്രമേ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഭാഗമുള്ളൂ. അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കണം, വേലക്കാരനെ പോലെ, എന്നുവെച്ചാൽ അടിമയെപ്പോലെ പണിയെടുക്കണം. ഒരു സംശയം വേണ്ട. ഭാര്യയാണ്, ഭർത്താവാണ്, സമൂഹത്തിൽ സ്ഥാനമുണ്ട്, എനിക്കവർ അംഗീകാരം തന്നു, ഇതെല്ലാം അടിമകളാണ്. അല്ലാണ്ട് അവനവൻ്റെ ജീവിതം ആകത്തില്ല, ഒരിക്കലും ആകത്തില്ല. അവനവൻ ജീവിക്കാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവനവനെന്നുള്ളത് തന്നെത്താൻ കണ്ടെത്തണം. മറ്റൊരാളുടെയും സഹായം കൂടാതെ അവനവനായിട്ടിരിക്കുന്ന അവസ്ഥയെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് അത് നിലനിൽക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കി അവിടെയാണ് ജീവിതത്തിൻ്റെ ആരംഭം. അല്ലെങ്കിൽ സമൂഹം എന്ത് പറയും? നിങ്ങൾ ജീവിച്ച് മരിച്ച് സ്വർഗത്ത് പോകുമെന്ന് പറയും. പക്ഷേ സമൂഹം നമുക്ക് നരകം സൃഷ്ടിച്ചിട്ടുണ്ട്, സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്, ദൈവങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. അവിടെ അതൊക്കെ നടക്കത്തുള്ളൂ. നിങ്ങളുടെ സ്വാതന്ത്ര്യം അവിടെ ഇല്ല. സ്വതന്ത്രനാകണമെന്നുണ്ടെങ്കിൽ വ്യക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം ആന്തരികമായിട്ട് കണ്ടെത്തി അതിൻ്റെ അധികാരം കൊണ്ടുവന്ന് അനുഭവിക്കാൻ തുടങ്ങും. പണിയെടുക്കണം മക്കളെ. പണിയെടുത്താൽ രസമാണ് കേട്ടോ. കാരണം ഇതൊരു നിധിയാണ്. ഇത് വെറുതെ സമൂഹത്തിന് വേണ്ടിയിട്ട് കളയരുതും. സ്വന്തം ജീവിതം ജീവിക്കാൻ തുടങ്ങുക. അത്ഭുതമാണ്, വണ്ടർഫുള്ളാണ്.